ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്യക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്ന് കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചോരും മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്യക്കാവിലുറഞ്ഞാടാൻ തകിലടി ചെണ്ടയും പൂങ്കുറുങ്കുഴലും താളമയല്ലോ വളക്കിലുക്കി തളക്കിലുക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിരും പണിമീട്ടാൻ കാവൽ നിന്നില്ലേ തിമിര തകതിത്തന തകിട തകതിത്തന തറ ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിനുയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്യക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ പൊന്നാരൻ പാടത്തും ഉത്സവമേളം നമ്മള് തുടികൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ തട്ടുടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടോരെ ഒന്നു വട്ടമിട്ട് പൈകൊട്ടി പൂപ്പൊലിപ്പാടാൻ തിമില തകതിത്തന തകിട തകതിത്തന തെളുന്ത് വിളവിളക്കി പറ കൊട്ടൻ ഉയിരിനുയിരെ പാടും നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്യക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ കുട്ടിന് വന്നതവനാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചൊര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറയട്ടെ തന്തിര തന്താര സൂപ്പർ കോറസ് പ്രമാദം അടിപൊളിയായിരുന്നു കേട്ടാ. അടിപൊളിയായിരുന്നു ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എനിക്കൊരു ആഗ്രഹം ഒന്നുകൂടെ പ്ലീസ്. ഞാനും നിക്കാം വാ. എല്ലാത്തിനും റെഡിയായിട്ട് വാ നിക്ക്. ആ ലൈന് കഴിഞ്ഞിട്ട് നിറയട്ടെ സൂപ്പർ ആയിരുന്നു സൂപ്പർ. ചോദിക്കാം ശരത് സാർ. ഓരോ ആളുകളുടെ മാറ്റമേ സത്യം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല.
അർച്ചന ഈ വേഷോട്ടൊക്കെ പോകുമ്പോൾ വിചാരിച്ച അവിടെ പോയി ചുമ്മാ നിൽക്കുകയായിരിക്കും. പിന്നെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ വരുന്നു. വളരെ നന്നായിരുന്നു അർച്ചന. താങ്ക് യു സർ. എനിക്ക് കുറേ ഇഷ്ടമായി. എനിക്ക് ഈ ലാസ്റ്റ് ചരണം മാത്രമേ ഉള്ളൂ ഒരു ഒരു ജിംബ്ലാച്ചി കിക്ലാപ്പി ആയിപ്പോയത്. അതല്ലാതെ ബാക്കി ഒക്കെ നല്ല ഓളമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോറസുകാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവന്മാർ 3 പേരെ ഉള്ളെങ്കിൽ ഒരു 300 പേരുടെ പവർ ഉണ്ടായിരുന്നു. അതെ, നന്നായിട്ട് തന്നെ പാടി. ഇത് ആരൊക്കെയാണ് ചെയ്തതൊക്കെ പറഞ്ഞ് കേൾക്കട്ടെ. ഇത് ഉറുമി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഓക്കെ. ലിറിക്സ് എഴുതിയിട്ടുള്ളത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ള ദീപക് ദേവ് സാറാണ്. പാടിയിട്ടുള്ളത് ജോബ് കുര്യൻ സാറും റീത മാമും. ആണോ? ഉറപ്പാണോ? ഒരു മിനിറ്റ്, അതിന് എനിക്കൊരു ചെറിയ ഡൗട്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ஹாய் அர்ச்சனா, நான் ரீட்டா பேசுறேன். ஆறான பாட்டு ரொம்ப அழகா பாடினேன். என் பாட்டை நீ பாடினதுல எனக்கு ரொம்ப சந்தோஷம். அண்ட் இந்த பாட்டை என்னை கேட்க வச்ச சரத் சாருக்கு ரொம்ப நன்றி. தேங்க்யூ ஃபார் சிங்கிங் மை சாங் அண்ட் யூ சாங் சோ வெல். ஆல் தி பெஸ்ட் டு யூ. താങ്ക് യു മാം, താങ്ക് യു. റീറ്റ ചുമ്മാ വായി നോക്കി ഇരിക്കുകയായിരുന്നു. ആ സമയം എന്നാ ഇത് കേക്കടി എന്ന് പറഞ്ഞ് ഞാനിത് കേൾപ്പിച്ചു. താങ്ക് യു സർ. അല്ല, പാടിയ ഒരാൾ തന്നെ അവർക്ക് സന്തോഷമല്ലേ നമ്മുടെ പാട്ട് ഒരാൾ പാടുന്നു. അപ്പോൾ അത് കുറേ സന്തോഷം. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് അവസാനത്തെ ചരണം മാത്രമേ ഉള്ളൂ എനിക്കൊരു കൂടെ നിൽക്കാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അർച്ചന പൊളിച്ചു. താങ്ക് യു മാം. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഒരു സ്റ്റുപ്പൻഡോ ഫാന്റാബുലസ്ലി ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ഇത്. എന്താണ് സ്റ്റുപ്പൻഡോ ഫാന്റാബുലസ്ലി ഫാന്റാസ്റ്റിക്, അതാണ് ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അതില് അർച്ചനയുടെ പെർഫോമൻസിന് മാറ്റ് കൂട്ടിയത് കോറസുകാർ കൂടിയാണ്. അപ്പൊ നിങ്ങളും ഇതില് ഭാഗമാണ്. അതില് അർജുനെ പറയാണ്ടിരിക്കാൻ വയ്യ. അർജുൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു വളരെ ഹൈ പോർഷൻസ് ഒക്കെ പാടിയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു അർജുൻ, ഫാന്റാസ്റ്റിക്. പിന്നെ സ്റ്റെപ്സ് ആദ്യമൊക്കെ തുടങ്ങിയൊക്കെ സ്റ്റൈലായിരുന്നു. നല്ല ആ ഉറുമിയിൽ അവര് ജനലിയ ഇട്ട ഡ്രസ്സാണോ, അതുപോലത്തെ ഡ്രസ്സാണോ ഇത്? ഏറെക്കുറെ അല്ലേ? ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ട്, ഒരു അങ്ങനത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പാട്ടിനോട് നല്ലോണം ചേർന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസ് ടോണ് ഫാന്റാസ്റ്റിക് ആണ്. ആ വോയിസ് ടോണിൽ നല്ല വിധത്തിൽ തന്നെ അത് പാടിയെടുത്തു. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ ഏതോ ഒരു സ്ഥലം ഞാനത് മറന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫീൽ ഇട്ടിരുന്നു. ഒരു ചെറിയ ഒരു ഫീൽ എവിടെയോ വന്നിരുന്നു. ഒന്ന് വോയിസ് ഒതുക്കിയിട്ടൊരു അതാണെന്ന് തോന്നുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ അങ്ങ് പാടുക. സൂപ്പർ ആവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സർ. അർച്ചന, സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക് യു. മേക്ക് ഓവറും. ഞാനിവിടെ വന്ന് നേരത്തെ ഏതാ പാട്ട് പാടി? പറയൂ നിൻ ഹംസഗാനം. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർച്ചനയാണ് ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല ഈ ഇങ്ങനെ എന്നൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം കേട്ടോ. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? ശരിക്കും അങ്ങനെയല്ല. അത് ഷാഹുൽ സാർ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തന്നതാ. പക്ഷെ അതല്ല, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. ഇതാ നല്ലത്. ഇതിപ്പോ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ അല്ലേ എന്താ പറയുന്നത്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുള്ള ഒരു അതാണ് നമുക്ക് വേണ്ടത്. അതെ, കറക്റ്റ്. പാട്ട് നന്നായിരുന്നു. കാരണം ആ ഒരു എന്താണ് വോയിസിനകത്തൊരു ഒരു വെള്ളി പോലൊക്കെ ഇട്ടിട്ട് പാടിയല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ഇത് ഈ അനുപല്ലവിയും പല്ലവിയുടെയും ബിഗിനിങ് ആണ്. കുറച്ചൊരു ചെറിയൊരു എന്തോ ഒരു ചെറിയ താളത്തിൽ നിന്ന് പോയത് ഒന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നതോ ഒന്ന് ടയർഡ് ആകുന്ന ഒരു ഫീല് വന്നോന്ന് എനിക്ക് തോന്നി. എനിക്ക് അറിഞ്ഞൂടാ, ആണോ? ഒരു ശകലം അപ്പൊ വന്നപ്പോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാടുമ്പോ ഉണ്ടല്ലോ ആ 4 മിനിറ്റ് ഇനി തല പോയാലും ബലയുടെ എന്ന് പറയിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ വെച്ച് സ്പ്രിഞ്ചണം. ഞാൻ നോക്കി വന്നില്ല. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നൈസ്. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന കലക്കിയടി. ഐ ആം സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ്. കാരണം അർച്ചന ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് അർച്ചന എന്ന് പറയുന്നത് വേറെ തന്നെ. അതന്നെ, മൈക്ക് സ്റ്റാൻഡ് ആണോ അതോ അതിന്റെ പുറകിൽ ഒരാൾ നിന്ന് പാടുന്നുണ്ടോ എന്നുള്ള ഇതില. ഇത് അർച്ചന ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മേക്ക് ഓവർ ആണ് കേട്ടോ. അതിന് ഐ എം സോ പ്രൗഡ് ഓഫ് യു. അതിന് ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ജോബാണ് ഇത് പാടിയിരിക്കുന്നത്, ജോബും റീറ്റ മാമും കൂടെ. ജോബ് അങ്ങേ ഹൈയിൽ പാടി വെച്ചേക്കണ പാട്ടായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു അർച്ചന ഇത് ലോ രജിസ്റ്ററിൽ പാടുമ്പോഴേ ഇത് ആ ഒരു എനർജി നമുക്ക് കിട്ടുമോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അസലായിരുന്നു അർച്ചന, ഉഗ്രനായിരുന്നു. ആ ഒരു എനർജി ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല. ആ ടോൺ പിന്നെ നേരെ താഴെയാണ് പാടിയതെങ്കിൽ പോലും അതിന് കൊടുക്കേണ്ട ഒരു ഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ആദ്യമായിട്ടാണ് ഈ ഹൈ പിച്ച് നേരെ താഴ്ന്നു പാടുമ്പോൾ ഇത്രയും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യണം. അത് കലക്കി, അത് സ്മാർട്ട് ആയിട്ട് അത് ചെയ്തു. സോ പ്രൗഡ് ഓഫ് ഇറ്റ്, സോ പ്രൗഡ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി അർച്ചന, Ma'am. ഈ ഒരു പെർഫോമൻസിന് അർച്ചനയ്ക്കും അർച്ചനയെ സപ്പോർട്ട് ചെയ്ത കോറസ് അർജുൻ ഉൾപ്പെടെ ഉള്ള ടോട്ടൽ മാർക്സ് 9.2. താങ്ക് യു ചേച്ചി. ശരത് സർ 9.3. താങ്ക് യു സർ. എം ജി സർ എന്നെ അങ്ങ് എടുത്തു. മാർക്ക് എത്ര വേണമെങ്കിൽ എടുത്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 9.3. ഷാനിക്ക എല്ലാവരെക്കാളും കൂടുതൽ. ഓക്കെ, സോ ടോട്ടൽ 27.8. ഓക്കെ, അപ്പോ അർച്ചനയുടെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റിക് പെർഫോമൻസോടുകൂടി പെർഫോമൻസോടുകൂടി നമ്മുടെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വെരി നൈസ് ന്യൂസ്. ലിറ്റിൽ കപ്പിൾസ്, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിൽ വന്നതിൽ. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ഫോർ ദി അവാർഡ്. അപ്പൊ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുക ലൈഫ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.